കാലത്ത് ഈ ഒരു 4 കിലോ അരി തരുന്നതിന് എന്തെല്ലാം കള്ളത്തരം നമ്മളോട് ചെയ്യും. അവർ ചെയ്യുന്നതൊന്നും വെളിയിൽ വരും. പാവപ്പെട്ട ജനങ്ങളെ ഈ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടാകും. സർക്കാർ വിചാരിച്ച ഒന്നും നടക്കത്തില്ലേ. ഞങ്ങൾ ഈ ഒരു വെയിലത്ത് വന്ന് ഈ കുട്ടികളും പെണ്ണുങ്ങളുമായിട്ട് റോഡിൽ ഒന്ന് കിടക്കേണ്ട കാര്യം എന്തോന്ന് അത് മേടിച്ച് കുടിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയായി. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ വലിക്കുന്നത്? ഒത്തു വിഷം തന്നു കൊല്ലുക സർക്കാരെല്ലാത്തിനും ഒരുമിച്ച്. അതാ വേണ്ടിയത്. ഇതിനേക്കാളും അതാ നല്ലത്. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നാട്ടുവാർത്ത ഈ നിമിഷം പോകുന്നത്. നമുക്കറിയാം, ഇന്നു മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൊക്കെ റേഷൻ കാർഡ് മസ്റ്ററിങ് ആരംഭിക്കുകയാണ്. ഈ റേഷൻ വിതരണം ക്രമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി, അതായത് അനർഹരുണ്ടെങ്കിൽ, അതായത് മരിച്ചവരടക്കമുണ്ടെങ്കിൽ ഒഴിവാക്കുക, യൂണിറ്റ് കൃത്യമായ യൂണിറ്റ് എത്ര യൂണിറ്റ് റേഷൻ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുണ്ട് എന്നതടക്കം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഈ റേഷൻ മസ്റ്ററിങ് ആരംഭിച്ചത്. എന്നാൽ രാവിലെ മുതൽ റേഷൻ മസ്റ്ററിങ് ആരംഭിച്ച് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം പല റേഷൻ കടകളിലും സെർവറിൻ്റെ തകരാറ് മൂലം പല റേഷൻ കടകളിലും മസ്റ്ററിങ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം രാവിലെ മുതൽ ജോലി അടക്കം കളഞ്ഞു വന്ന് നിൽക്കുന്ന നിരവധി നൂറുകണക്കിന് റേഷൻ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ സാധാരണക്കാർ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇവർ റേഷൻ കടക്കാരോട് തട്ടിക്കയറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പല റേഷൻ കടകളിൽ, കിഴക്കൻ മലയോര മേഖലയിലെ പല റേഷൻ കടകളിലും ഇതുവരെയും ഇത് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട് സപ്ലൈ ഓഫീസിലും ജില്ലാ സപ്ലൈ ഓഫീസിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് കൃത്യമായൊരു വിവരം നൽകാൻ അവർക്കും കഴിയുന്നില്ല എന്നാണ് റേഷൻ കട ഉടമകൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടത്തുന്നു. പലരും വന്ന് റേഷൻ കട മണിക്കൂറുകളായി റേഷൻ കടയുടെ മുമ്പിൽ വന്ന് ഇവരെല്ലാം കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇതുവരെ ഇപ്പോൾ ചെറിയ തോതിൽ ചില കടകളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും എല്ലാ കടകളിലും ഇത് ആരംഭിച്ചെന്ന് പറയാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. വലിയ നാട്ടുകാർ അതിനെ തന്നെ വലിയ പ്രതിഷേധം, പലരും ജോലി അടക്കം ഉപേക്ഷിച്ച് ഈ മസ്റ്ററിങ്ങിനായിട്ട് വന്നതാണ്. കാരണം ഒരു കുടുംബത്തിൽ, ഒരു റേഷൻ കാർഡിലെ ഒരു കുടുംബം, ആ റേഷൻ കാർഡിൽ ആരൊക്കെ ഉണ്ടോ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും എത്തി അവരുടെ വിരൽ പതിപ്പിച്ച് ആധാർ നമ്പർ അടക്കം കൊടുത്ത് വേണം ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ. അങ്ങനെ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ സെർവർ തകരാറ് മൂലം ഒരു കാര്യവും നടക്കാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. നിങ്ങളെ വലിയ സൗജന്യമായിട്ട് തരുന്ന, ഇല്ലെങ്കിൽ പൈസ മേടിച്ചുകൊണ്ട് തന്നാൽ മതി. ഇതിന് ഞങ്ങളെ കൊല്ലുന്നതല്ലേ നല്ലത്. ഒന്നാമത് നോയമ്പ് സമയം, പള്ളിക്കൂടയുടെ സമയം, കൊച്ചുങ്ങളെ എല്ലാവരും വന്ന് ഇതിനകത്ത് വിരൽ പതിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് സർദേശ ഓഫീസിൽ പോയി പതിച്ചാൽ മതിയാണ്. കൂടിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞത്. ഇവിടെ വെളിയിൽ നിന്ന് ഇറങ്ങി നിൽക്കാകത്തില്ല. അതിനകത്തിരുന്ന് ഇത് മെഷീൻ കുത്തുന്ന മനുഷ്യന് ഇരിക്കാകത്തില്ല. ഇതെല്ലാം മനുഷ്യരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഒരു കൂലിപ്പണിക്ക് പോലും പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലിരിക്കുക. ജോലി ചെയ്ത പൈസയെങ്കിലും തന്നൂടെ, ഒരു പെൻഷനുള്ള തന്നൂടെ. ഒന്നും തരാതെ എന്തിനാ ഞങ്ങളെങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നു? ഒത്തൊരു വിഷം തന്ന് കൊല്ലാൻ പറ ജനങ്ങളെ മൊത്തം. വയസ്സായ കാലത്ത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒരു ക്രമപ്പെടുത്തി ചിലർക്ക് രാവിലെയും മറ്റു ചിലർക്ക് വൈകിട്ടുമായൊക്കെ ഇത് നടത്തിയാൽ ഒരു പക്ഷേ ഇത് നടത്താമെന്ന് റേഷൻ കട ഉടമകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ യാതൊരു നിർദ്ദേശവും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന നാട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമകളോടൊപ്പം റേഷൻ കട ഉടമകളും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് അധികാരികൾ ഇക്കാര്യത്തിലൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് റേഷൻ കട ഉടമകൾ കരുതുന്നത്. അത്തരത്തിൽ അവർ ഈ വരുന്ന റേഷൻ കാർഡ് ഉടമകളെ സ്വാന്തനപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമാധാനപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കിഴക്കൻ മലയോര മേഖലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.